വെൽക്കം ടു ഐഫ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. നമ്മളിന്ന് മാത്തമാറ്റിക്കൽ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ സം ഓഫ് 50,000 ഈസ് ഇൻവെസ്റ്റഡ് ഇൻ എ ബാങ്ക് ഡെപ്പോസിറ്റ് ഫോർ 1 year at an interest rate of 10% per annum, compounded on a half yearly basis. What is the amount of interest at the end of 1 year? ഓക്കെ, ഇതിൽ 50,000 പ്രിൻസിപ്പൽ amount നമ്മൾ 1 ഇയറിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാണ് at the rate of 10% per annum. Okay, and the interest is compounded on half yearly basis. What is the amount of interest at the end of 1 year? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. സാധാരണ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള ഫോർമുല നമുക്കൊക്കെ അറിയാം. ഓക്കെ, എ is equal to principal amount into 1 plus r by 100 is to n. Okay, this r is for interest rate and n is for number of years. Okay, here one important thing is this is an half yearly basis. Okay, 10% per annum ആണ് തന്നിട്ടുള്ളത്. ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ഓൺ എ ഹാഫ് ഇയർലി ബേസിസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 6 month കൂടുമ്പോൾ നമ്മളുടെ ഇൻട്രസ്റ്റിൽ ഇൻക്രിമെന്റ് ഉണ്ടാവും. ഓക്കെ, അപ്പം നോക്കാം. നമുക്ക് 10% റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് 10% റേറ്റ് ഇറ്റ്സ് ഫോർ 12 month ആണ്. ദാറ്റ് ഈസ് 1 ഇയറിനാണ് 10% ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുള്ളത്. Then for 1 month it become 10/12%, and for half year, that is 6 month, it's become 10/12 into 6%. Okay, then 6 in 12 2 times 10/2 is 5%. So for half month this is 5%. ഓക്കെ, അപ്പോൾ പകുതി വർഷം 6 മാസം ആകുമ്പോൾ നമുക്ക് 5% ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് വരിക. ഓക്കെ, അപ്പോൾ ദിസ് ഈ ഒരു 6 എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഹാഫ് ഇയർലി ബേസിസിന്റെ കേസിൽ എന്താണ് 5% ആണ്. ഓക്കെ, ഓക്കെ, ദെൻ എൻ ഈസ് ഫോർ നമ്പർ ഓഫ് ഇയേഴ്സ്. 1 ഇയറിൽ 2 ഹാഫ് ഇയർ ഉണ്ടാവും. ഓക്കെ, ദെൻ ഇൻ കേസ് ഓഫ് ഹാഫ് ഇയർലി ബേസിസ് ദിസ് എൻ ബിക്കം 2n. ഓക്കെ, അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹാഫ് ഇയർലി ബേസിസിലാണെന്നുണ്ടെങ്കിൽ 1 ഇയറിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്താവും, പകുതിയാവും. അതുപോലെ നമ്പർ ഓഫ് ഇയേഴ്സ് എന്താവും, ഡബിൾ ആവും. ഇതാണിതിൽ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. r എന്നുള്ളത് r/2 ആവും, n എന്നുള്ളത് 2n ആവും. ഓക്കെ, ദെൻ a is equal to പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് 50,000 തന്നിട്ടുണ്ട്. 50,000 into 1 plus r is 5%, 5/100 is to n is equal to, here in case of half yearly basis it is 2n, 2 into 1 2. Okay, then ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് 50,000 into 1 plus 5/100 is equal to 0.05 square. 50,000 into 1.05 square. Okay, 1.05 square is equal to 1.1025 into 50,000. Okay, this value is equal to 55125. Okay, that is a is equal to amount, that is compound interest add ചെയ്തിട്ടുള്ള amount ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, a is equal to principal amount plus interest ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത്, 55,125. ഓക്കെ, ഈ amount ആണ് നമുക്ക് ഇവിടെ 55,125 കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ, വാട്ട് ഈസ് ദ ഇൻട്രസ്റ്റ് ഓഫ് അറ്റ് ദ എൻഡ് ഇയർ ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. then we have to calculate the interest in 1 year, end of 1 year. So interest equal to a minus p, that is 55,125 minus 50,000, it's equal to 5,125. okay, our option is option a. Yeah, option is option a. Next question, given 3 numbers, first is twice the second,
and half of the third. If the average of three number is 56, then the difference of first and third number is. Okay, മൂന്ന് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, മൂന്ന് നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞത് സെക്കൻഡിന്റെ ട്വൈസ് ആണ് ആൻഡ് തേർഡിന്റെ ഹാഫ് ആണ് തന്നിട്ടുണ്ട്. Then average of these three number is 56. Then what is the difference between first and third? Okay, നമുക്ക് we can consider A, B, C. These are the three numbers. Okay, and then relation തന്നിട്ടുണ്ട്. First is twice the second, that is A is equal to 2B. Okay, first is twice the second and is half of the third, that is first is half of the third എന്നാ പറഞ്ഞത്. A is equal to third ന്റെ പകുതി. Okay, C by 2. Okay, from this equation we can find these two came here this side, that is 2A is equal to C. Okay, and നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ട് A is equal to 2B എന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു എക്ക് പകരം 2B എന്ന് കൊടുക്കുക. ഓക്കെ, ഇതാണ് C. 2 ഇൻറ്റു 2B ദാറ്റ് ഈസ് 4B. C is equal to നമുക്ക് എന്ത് കിട്ടി? 4B എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എല്ലാ ടേമിനും ഒരു ബീൻ്റെ ഫോമിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ദെൻ നമുക്ക് ആവറേജ് കാണണം. ആവറേജ് ഈസ് ഈക്വൽ ടു sum divided by number ആണ്. ഓക്കെ, sum is equal to A plus B plus C by number 3. Okay, then A is 2B. Okay, 2B plus B തന്നെയാണ്. C is 4B. We already find 4B divided by 3. This equal to നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 56 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ ഈ എല്ലാ ബീസും ആഡ് ചെയ്യും. 2B പ്ലസ് B, 2B, 1B, 3B, 3B പ്ലസ് 4B, AB. ഓക്കെ, AB by 3 is equal to 56. ഓക്കെ, ദെൻ AB is equal to 56 into 3. ഈ ഡിവൈഡഡ് ബൈ 3 നമ്മൾ സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു 3 ആവും. ദെൻ B is equal to ഇൻറ്റു 7 നമ്മൾ സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 7 ആവും. ഓക്കെ, ദെൻ 56 ഇൻറ്റു 3. ഓക്കെ, 56ഉം 7ഉം നമുക്ക് കട്ട് ചെയ്യാം 8 ടൈംസ്. ഓക്കെ, റിമൈനിങ് 8 ഇൻറ്റു 3. ഓക്കെ, B is equal to 8 ഇൻറ്റു 3, 3 24, 24. ഓക്കെ, B is equal to 24 കിട്ടി. നമ്മൾ ചോദിച്ചിട്ടുള്ളത് ദ ഡിഫറൻസ് ഓഫ് ഫസ്റ്റ് ആൻഡ് തേർഡാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഈസ് ഈക്വൽ ടു A is equal to 2B, that is 2 into B is 24 is equal to 48. Okay, then third is C is equal to 4B. 4B is equal to 4 into 24, it's equal to 96. So the difference between first and third, that is here third is the bigger value, C minus A is equal to 96 minus 48, it's equal to 48. Okay, our option D, 48. Okay, next question, identify the next term in the series 2, 10, 26, 50. Okay, so first we need to find the difference between two terms. Okay, ഈ ഒരു നമ്പർ സീരീസ് നമ്മളുടെ ഈ ഒരു നമ്പർ സീരീസ് ഏതൊരു ഫോമുല വരുന്നത് നോക്കാം. സോ ഇറ്റ്സ് ഒരു നമ്പർ സീരീസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്ത് ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നമ്പർ സീരീസ് ഉണ്ടാക്കിയെന്നുള്ളത് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ മെയിൻ തിങ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് ഒന്ന് കണ്ടു നോക്കാം. 2ക്ക് 8 കൂട്ടിക്കഴിഞ്ഞാലാണ് 10 കിട്ടുക. ദെൻ 10ലേക്ക് 16 കൂട്ടിക്കഴിഞ്ഞാലാണ് 16 കൂട്ടിക്കഴിഞ്ഞാലാണ് 26 കിട്ടുക.
ദെൻ 26ഉം 50ഉം തമ്മിൽ ഉള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ആണ്. ഓക്കെ ഓക്കെ ഹിയർ 8, 16, 24 ഒരു 8ന്റെ മൾട്ടിപ്പിൾ ആണ്. ദാറ്റ് ഈസ് 1 into 8 8, 2 into 8 16 ആൻഡ് 3 into 8 24. സോ അടുത്തൊരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4 into 8 ആയിരിക്കും അതിന് തമ്മിലുള്ള ഡിഫറൻസ്. ദാറ്റ് ഈസ് 4 into 8 32. ഓക്കെ ദെൻ ദ നെക്സ്റ്റ് ടേം ഈസ് 50 plus 32 is equal to 82. Okay, our option is option C. Next question, in the following letter series what is the next term? A B C F B C D G C D E H D E F I. Okay, ഫസ്റ്റ് ലെറ്റർ സീരീസ് എടുത്തു കഴിഞ്ഞാൽ എ ബി സി മൂന്ന് അടുത്തടുത്തുള്ള സംഖ്യകളാണ്. നെക്സ്റ്റ് സി കഴിഞ്ഞാൽ ഡി ഇ എന്ന് പറഞ്ഞ രണ്ട് ടേം മിസ്സിംഗ് ആണ്. ദെൻ എഫ്. ഓക്കെ സെക്കൻഡ് സീരീസിൽ ബി സി ഡി മൂന്നും അടുത്തടുത്ത ടേമുകളാണ്. ദെൻ ഡി കഴിഞ്ഞാൽ ഇ എഫ് മിസ്സിംഗ് ആണ്. ദെൻ ജി. ഓക്കെ തേർഡ് ടേമിൽ സി ഡി ഇ അടുത്തടുത്തുള്ള ടേമുകളാണ്. എഫ് ജി മിസ്സിംഗ് ആണ്. ദെൻ എച്ച്. ഓക്കെ ദെൻ ഫോർത്ത് ടേം ഡി ഇ എഫ് അടുത്തടുത്ത ടേമുകളാണ്. ജി എച്ച് മിസ്സിംഗ്. ദെൻ ഐ. ഓക്കെ ഹിയർ ദ ലെറ്റർ ഈസ് സ്റ്റാർട്ടിംഗ് എ ബി സി ഡി. ദെൻ ഷ്യൂർലി സ്റ്റാർട്ട് വിത്ത് ഇ എഫ് ജി ആൻഡ് 2 ലെറ്റർ ഷുഡ് ബി മിസ്സിംഗ്. അടുത്തടുത്ത രണ്ട് ടേം മിസ്സാവണം. ദെൻ ഇ എഫ് ജി എച്ചും ഐയും മിസ്സായിട്ട് ലാസ്റ്റ് ടേം എന്ത് വരണം? ജെ വരണം. ഓക്കെ നമ്മളുടെ ഓപ്ഷൻ അപ്പം എന്ത് വരും? ഓപ്ഷൻ സി. ഓപ്ഷൻ സി. നെക്സ്റ്റ്, എ മാൻ in a train noticed that he can count 31 telephone poles in 1 minute. If the poles are at equal intervals of 50 meter, what is the speed of the train? Okay, ഒരു മിനിറ്റിൽ 31 പോസ്റ്റ് ഒരു ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന ആളെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് എല്ലാ പോസ്റ്റുകളും ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ആൻഡ് ദ ഡിസ്റ്റൻസ് ഈസ് 50 മീറ്റർ. ദെൻ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ? ഓക്കെ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ അപ്പോൾ 31 ടെലിഫോൺ പോസ്റ്റ് അയാൾ നോട്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ലൈക്ക് കൺസിഡർ ദിസ്. ഇങ്ങനെ ഒരു 5 പോസ്റ്റ് അയാൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ 4 ഗ്യാപ്പാണ് ഉണ്ടാവുക. ഓക്കെ അപ്പോൾ 31 ടെലിഫോൺ പോൾസ് അയാൾ നോട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ 30 ഗ്യാപ്പാണ് ഉണ്ടാവുക. ഓക്കെ 30 ഗ്യാപ്സ് ആണ് ഉണ്ടാവുക. ഓക്കെ സോ total distance covered is 30 into 50 meter. Okay 30 into 50 means 1500 meter. ഓക്കെ ഇത്രയും ദൂരമാണ് 1 മിനിറ്റ് കൊണ്ട് അത് ട്രെയിൻ കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ 1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 സെക്കൻഡ്. ഓക്കെ ഇത്രയും മീറ്റർ ആണ് ട്രെയിൻ സഞ്ചരിച്ചിട്ടുള്ളത്. അതായത് 1500 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 കിലോമീറ്റർ. ഓക്കെ 1.5 കിലോമീറ്റർ. ദെൻ ഇത് സഞ്ചരിക്കാൻ എടുത്തിട്ടുള്ള സമയം എന്ന് പറഞ്ഞത് 1 മിനിറ്റ് ആണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/60 ഹവർ ആണ്. 1/60 ഹവർ ആണ്. ഓക്കെ ദാറ്റ് ഈസ് 1 ഹവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മിനിറ്റ് ആണ്. ഓക്കെ ദെൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 60 സമത്തിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ 1/60 ഹവർ. ഓക്കെ അതാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 1/60 ഹവർ. ഓക്കെ സോ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ ഡിസ്റ്റൻസ് ഈസ് 1.5 കിലോമീറ്റർ. ടൈം ഇൻ ഹവർ 1/60 hour. Okay this divided by 60 come here. That is 1.5 into 60 is equal to 1.5 into 60 90 kilometer per hour. Okay then our option is option D. Consider the following 3 sets of numbers: A 2 5 9, B 1 6 10, C 3 4 8. Each of the following represent
correct ascending order of the average of these three set A, B, C. Choose the correct answer from the option given below. ഓക്കെ, നമുക്ക് ഇതിൽ 3 സെറ്റ് ഓഫ് നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, എ ബി സി. അവയുടെ ആവറേജിൻ്റെ കറക്റ്റ് അസെൻഡിങ് ഓർഡറിൽ, അതായത് ആവറേജ് കൂടുന്ന ഫോർമാറ്റിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനീഷ്യലായിട്ട് നമുക്ക് ഈ ഒരു 3 സംഖ്യയുടെ ആവറേജ് കാണണം. ഓക്കെ, ആവറേജ് കാണാനുള്ള ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം. ആവറേജ് ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പേഴ്സ് ആണ്. ഓക്കെ, സം ഡിവൈഡഡ് ബൈ നമ്പേഴ്സ്. അപ്പോൾ ആവറേജ് ഓഫ് എ ഇസ് ഈക്വൽ ടു 2 പ്ലസ് നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുമ്പോൾ 2 പ്ലസ് 5 പ്ലസ് 9 ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ് ഉണ്ട്? 3 നമ്പേഴ്സ്. ഓക്കെ, 2 പ്ലസ് 5 പ്ലസ് 9, 2 പ്ലസ് 5 7, 7 പ്ലസ് 9 16, 16 by 3. Okay, then average of B 1 plus 6 plus 10 by 3. Okay, 1 plus 6 7, 7 plus 10 17 by 3. Okay, then C 3 plus 4 plus 8 by 3 is equal to 3 plus 4 7, 7 plus 8 15, 15 by 3. ഓക്കെ, അപ്പോൾ നമുക്ക് സംഖ്യകളുടെ ആവറേജ് കിട്ടി. ഇനി ഇത് ഇൻക്രീസ് ചെയ്യുന്ന ഫോർമാറ്റിൽ ഇത് എഴുതാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഏറ്റവും ചെറുത് 15 by 3, പിന്നെ വലുത് 16 by 3, പിന്നെ വലുത് 17 by 3. ഓക്കെ, അപ്പോൾ 15 by 3 വലുതാണ് 16 by 3, ഇതിനെക്കാട്ടിലും വലുതാണ് 17 by 3. ഓക്കെ, സോ 15 by 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഓഫ് സി ആണ്, സി. ആൻഡ് 16 by 3 എന്ന് പറഞ്ഞത് എ ആണ്. ആൻഡ് 17 by 3 എന്ന് പറഞ്ഞത് ആവറേജ് ഓഫ് ബി ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ എ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മാൻ ഈസ് ഫേസിങ് സൗത്ത് വെസ്റ്റ് if he turn 90 degree in anti-clockwise direction and then 135 in the clockwise direction. Which direction is he facing now? ഓക്കെ, ഒരാൾ ഒരു സൗത്ത് വെസ്റ്റ് ഡിറക്ഷനിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുകയാണ്. ദെൻ ഹീ ടേൺ 90 ഡിഗ്രി ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ്, അതായത് 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ അയാൾ തിരിഞ്ഞു. അതിനുശേഷം 135 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ അയാൾ തിരിഞ്ഞു. ദെൻ നൗ വിച്ച് ഡയറക്ഷൻ ഹി വാസ് ഫേസിങ്, അയാൾ ഇപ്പോൾ എങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് പ്യൂർലി ഡിറക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ദ ഡിറക്ഷൻ മാർക്ക് ചെയ്യുക. ഹിയർ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ആൻഡ് സൗത്ത്. ഓക്കെ, ആൻഡ് വി ഹാവ് 4 സബ് ഡിറക്ഷൻസ്, 4 സബ് ഡിറക്ഷൻ ഉണ്ട് നമുക്ക്. നോർത്തിൻ്റെയും ഈസ്റ്റിൻ്റെയും നടുവിൽ നോർത്ത് ഈസ്റ്റ്, ഈസ്റ്റിൻ്റെയും സൗത്തിൻ്റെയും നടുവിൽ സൗത്ത് ഈസ്റ്റ്, ആൻഡ് വെസ്റ്റിൻ്റെയും സൗത്തിൻ്റെയും നടുവിൽ സൗത്ത് വെസ്റ്റ്, ആൻഡ് നോർത്തിൻ്റെയും വെസ്റ്റിൻ്റെയും നടുവിൽ നോർത്ത് വെസ്റ്റ്. ഓക്കെ, ഓക്കെ, ഇതിൽ മെയിൻ ഡയറക്ഷനും 2 മെയിൻ ഡയറക്ഷൻ തമ്മിലുള്ള ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ 2 സബ് ഡയറക്ഷൻ തമ്മിലുള്ള ആംഗിൾ ഓൾവേസ് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ആൻഡ് ഒരു മെയിൻ ഡയറക്ഷനും ഒരു സബ് ഡയറക്ഷനും തമ്മിലുള്ള ആംഗിൾ എപ്പോഴും 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഹിയർ എ മാൻ ഈസ് ഫേസിങ് സൗത്ത് വെസ്റ്റ്. ഇനീഷ്യലി അയാൾ സൗത്ത് വെസ്റ്റിലേക്കാണ് നോക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അയാൾ നിൽക്കുന്നത് ഈ ഒരു മിഡിൽ പോയിന്റിലാണെന്ന് കരുതുക. ദെൻ അയാൾ സൗത്ത് വെസ്റ്റിലേക്ക് നോക്കിയിരിക്കുകയാണ്. സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിറക്ഷനാണ്. ഓക്കെ, ഈ ഒരു ഡിറക്ഷനിൽ അയാൾ നോക്കി നിൽക്കുകയാണ്. ദെൻ ഹീ ടേൺ 90 ഡിഗ്രി ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. ഓക്കെ, 90 ഡിഗ്രി അയാൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് തിരിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ക്ലോക്കിൻ്റെ ഡിറക്ഷനിൽ ഇതാണ് ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. ഓക്കെ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റൊട്ടേഷൻ ആണ് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. അപ്പോൾ അയാൾ തിരിഞ്ഞിട്ടുള്ളത് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനിലാണ്, ഈ ഒരു ഡിറക്ഷനിലാണ്. ഓക്കെ, ഈ ഒരു ഡിറക്ഷനിലാണ് അയാൾ തിരിഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഡിറക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇയാൾ തിരിഞ്ഞിട്ടുള്ളത് ഈ ഒരു ഡിറക്ഷനിലാണ്. ഓക്കെ, ഈ ഒരു ഡിറക്ഷനിൽ 90 ഡിഗ്രി അയാൾ തിരിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇങ്ങോട്ടായിരിക്കും നോക്കി നിൽക്കുന്നുണ്ടാവുക. എങ്ങോട്ടാണ്? സൗത്ത് ഈസ്റ്റിലേക്ക്. ഓക്കെ, ദെൻ 135 ഡിഗ്രി ഇൻ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. ഓക്കെ, ഇങ്ങനെ റൊട്ടേറ്റ് ഫസ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം അയാൾ 135 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേഷനിലാണ് തിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ഡിറക്ഷനാണ്, ഇതാണ് ക്ലോക്ക് വൈസ് ഡിറക്ഷൻ.
ഓക്കെ, ക്ലോക്കിൻ്റെ സൂചി കറങ്ങുന്ന ഡയറക്ഷൻ. അപ്പോൾ അയാൾ ഇനി തിരിയാൻ പോകുന്നത് 135 ഡിഗ്രി ഈ ഒരു ഡിറക്ഷനിലാണ്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഞാൻ പറഞ്ഞു നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, ഒരു സബ് ഡയറക്ഷനും മെയിൻ ഡയറക്ഷനും തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 ഡിഗ്രിയാണ്. അപ്പോൾ ഓൾറെഡി അയാൾ ഇവിടെ ഒരു 45 ഡിഗ്രി തിരിഞ്ഞു, ദെൻ അഗെയിൻ ഒരു 45 ഡിഗ്രി തിരിഞ്ഞു, അപ്പോൾ 90 ഡിഗ്രി ആയി, അഗെയിൻ ഒരു 45 ഡിഗ്രി. അപ്പോൾ അയാൾ ടോട്ടൽ 135 ഡിഗ്രിയാണ് തിരിഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് 3 × 45 ഡിഗ്രി ഈക്വൽ ടു 135 ഡിഗ്രി. ഓക്കെ, അപ്പോൾ അയാൾ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇപ്പോൾ അയാൾ ഈ ഒരു ഡിറക്ഷനിലാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡിറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? വെസ്റ്റ് ആണ്. ഓക്കെ, നമ്മളുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ 1 വെസ്റ്റ്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.